നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. മനുഷ്യർക്ക് വംശനാശം സംഭവിക്കുമോ? അടുത്തിടെയുള്ളൊരു ഗവേഷണത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 ശാസ്ത്രജ്ഞരും ഗൂഗിൾ ഗവേഷകരും വാദിച്ചത് AI മാത്രമല്ല, യന്ത്രങ്ങൾ നൂതനമായ ബുദ്ധി നേടുകയാണെങ്കിൽ അത് മനുഷ്യനെ തുടച്ചു നീക്കാൻ സാധ്യതയുണ്ട്. യന്ത്രങ്ങൾ അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി മനുഷ്യരുമായി യുദ്ധം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. ഭയപ്പെടേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അബദ്ധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ ഇന്റലിജൻസിലേക്ക് എത്തുകയാണെങ്കിൽ അത് വികാരത്തെ വളർത്തിയെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് ഭൂമിയിലെ മനുഷ്യർക്ക് മോശം വാർത്തകൾ കൊണ്ടുവന്നേക്കാം എന്നതാണ്. മനുഷ്യന് എത്ര കാലം ജീവിക്കാൻ കഴിയും? മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള യുദ്ധം, അതായത് യന്ത്രങ്ങൾ മനുഷ്യരുമായി അവരുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യുന്നത് കേവലം ഒരു സിനിമാ കഥ മാത്രമാവില്ല എന്നാണ് തോന്നുന്നത്. മനുഷ്യനെ മറികടക്കും വിധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നേറുന്നതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഡേറ്റ കൈകാര്യം ചെയ്യാൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ ഭാഷ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്ന GPT-4 എന്ന നിർമ്മിത ബുദ്ധി പുറത്തിറങ്ങിയിട്ട് 1 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. IBM പറയുന്നതനുസരിച്ച് കമ്പ്യൂട്ടറുകളുടെയും യന്ത്രങ്ങളുടെയും സഹായത്തോടെ മനുഷ്യ മനസ്സിന്റെ പ്രശ്ന പരിഹാരവും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളും അനുകരിക്കാനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, ഓൺലൈൻ ഷോപ്പിംഗ് ആൽഗരിതംസ്, സെർച്ച് എഞ്ചിൻസ്, സിരി, അലക്സ പോലുള്ള ഡിജിറ്റൽ അസിസ്റ്റൻസ്, ട്രാൻസ്ലേഷൻ സർവീസസ്, കാറുകളിലെ ഓട്ടോമേറ്റഡ് സേഫ്റ്റി ഫംഗ്ഷൻസ്, കൂടാതെ ഭാവിയിൽ വാഗ്ദാനം ചെയ്യുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, സൈബർ സെക്യൂരിറ്റി, എയർപോർട്ട് ബോഡി സ്കാനിംഗ് സെക്യൂരിറ്റി, പോക്കർ പ്ലേയിംഗ് സ്ട്രാറ്റജി എന്നിവയുൾപ്പെടെ ദൈനംദിന കാര്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. മനുഷ്യരാശിയുടെ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന വളരെ സഹായകരമായ ഒരു ഉപകരണമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതിനും ഇരുണ്ട വശങ്ങളുമുണ്ട്. തെറ്റായ വിവരങ്ങൾ, ഡേറ്റ സ്വകാര്യതാ പ്രശ്നങ്ങൾ, സുരക്ഷാ അപകടങ്ങൾ, മാൽവെയർ പോലുള്ളവയാണ് ചിലത്. താരതമ്യേന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യൽ ഘട്ടത്തിൽ ആണെങ്കിലും ഈ അപകട സാധ്യതകളെല്ലാം നിലനിൽക്കുന്നു എന്നത് പേടിപ്പിക്കുന്നതാണ്. അതിമാനുഷികമായ ബുദ്ധിശേഷിയുള്ള ഇത്തരം സംവിധാനങ്ങളുടെ നിർമ്മാണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭൂമിയിലെ എല്ലാവരും മരണപ്പെടുമെന്ന് കാലിഫോർണിയയിലെ ബെർക്ലിയിലെ മെഷീൻ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ എലിസ യുഡ്കോവ്സ്കി ടൈം മാഗസീനിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വയം തിരിച്ചറിയാൻ കഴിവുണ്ടോ എന്ന് കണ്ടെത്തുക എങ്ങനെയാണെന്ന് നമ്മൾക്ക് യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. 2023 മാർച്ച് 29 ഇലോൺ മസ്ക്, സ്റ്റീവ് വോസ്നിയാക്, ഗെറ്റി ഇമേജസിന്റെ CEO ക്രെയ്ഗ് പീറ്റേഴ്സ്, രചയിതാവ് യുവാൽ നോഹ ഹെരാരി, രാഷ്ട്രീയക്കാരനായ ആൻഡ്രൂ യാങ് എന്നിവരുൾപ്പെടെ മറ്റ് വ്യവസായങ്ങളിലെ നേതാക്കളും AI GPT-4നേക്കാൾ ശക്തിയേറിയ സംവിധാനങ്ങൾ 6 മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവയ്ക്കണം എന്നാവശ്യപ്പെട്ട് ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചു. ശക്തമായ AI സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കണം, എന്നാൽ അവയുടെ ഫലങ്ങൾ പോസിറ്റീവ് ആയിരിക്കുമെന്നും അവയുടെ അപകട സാധ്യതകൾ നിയന്ത്രിക്കാനാകുമെന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നായിരുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം. 2023 മാർച്ച് 30 മറ്റു വ്യവസായ പ്രമുഖർ, പ്രൊഫസർമാർ, കലാകാരന്മാർ, മുത്തശ്ശിമാർ എന്നിവരിൽ നിന്ന് 1380 ഒപ്പുകൾ തുറന്ന കത്തിന് ലഭിച്ചു. എന്നാൽ ഈ കത്തിൽ പറയുന്ന ആവശ്യങ്ങൾ യഥാർത്ഥ പ്രശ്നത്തെ നേരിടാൻ പര്യാപ്തമല്ല എന്നാണ് എലിസർ യുഡ്കോവ്സ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കത്തിൽ പങ്കാളിയായിട്ടുമില്ല. അതിമാനുഷിക ബുദ്ധി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തന്നെ ദശാബ്ദങ്ങൾ വേണ്ടി വന്നേക്കും. ആ പരിഹാരവും എല്ലാവരും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ചിലപ്പോൾ അപ്പോഴേക്കും നമ്മളെല്ലാം മരിച്ചിട്ടുണ്ടാവും എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ശക്തവും അത്യാധുനികവുമായ സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും സുരക്ഷിതവും സുതാര്യവും ശക്തവും വിശ്വസനീയവുമാക്കുന്നതിലാണ് AI ഗവേഷണവും വികസനവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്.